ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. ഇന്ന് നമ്മളൊരു ഡിസൈൻ ബോയാണ് ചെയ്യാൻ പോകുന്നത്. സാറ്റിൻ റിബൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് കളറിലുള്ള 2 സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്. അതിൽ വലിയ സാറ്റിൻ റിബൺ ഒരു 20 സെൻറ്റിമീറ്റേഴ്സ് ആണ് ലെങ്ത് ഉള്ളത്. ചെറിയ സാറ്റിൻ റിബൺ ഒരു 13 സെൻറ്റിമീറ്റേഴ്സ് ലെങ്ത്തിലാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു റിബൺ എടുത്തിട്ടുണ്ട്. അതിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നമ്മളൊന്ന് പതുക്കെ ഉരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് കറക്റ്റായിട്ട് ഫോൾഡായി കിട്ടും. കണ്ടതാ ഇതുപോലെ. അതിനുശേഷം നമ്മളെടുത്തിട്ട് അതിൻ്റെ 2 എൻഡും അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടോ, അങ്ങനെ എടുത്തിട്ട് നമുക്കൊന്ന് തുന്നി കൊടുക്കുക. സെൻറ്റർ ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു എൻഡ് ആദ്യം വെക്കുക, അടുത്തത് അതിൻ്റെ മുകളിലേക്കായിട്ട് വേണം അടുത്ത പോർഷൻ നമ്മൾ വെക്കാനായിട്ട്. അപ്പോഴാണ് തുന്നി കഴിയുമ്പോൾ നല്ല കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. ആദ്യത്തേത് നമ്മൾ തുന്നിക്കഴിഞ്ഞിട്ട് ആ നൂല് കെട്ടിടുകയോ പൊട്ടിച്ചെടുക്കുകയോ ഒന്നും ചെയ്യരുത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് അടുത്ത ബോയും നമ്മൾ ചെയ്ത് എടുക്കേണ്ടത്. ഈ അടുത്ത റിബണും നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് അതിനോട് ചേർന്ന് തന്നെയാണ് തുന്നിയെടുക്കേണ്ടത്. ഇതിൻ്റെ ബാക്കിയായിട്ട് തന്നെയാണ് തുന്നേണ്ടത്. നിങ്ങൾക്കിപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവില്ല, ഞാൻ ഒരുമിച്ചത് വെച്ച് കാണിച്ചു തരാം. കണ്ടോ, നമുക്ക് ഫൈനലായിട്ട് ഇങ്ങനെയാണ് കിട്ടേണ്ടത്. രണ്ട് റിബണും ഒരേപോലെ ഇരിക്കണം. അതിന് ശേഷം നമ്മളതിനെ വലിക്കുകയാണ് ചെയ്യേണ്ടത്. ലെഫ്റ്റിലെ കൈ കൊണ്ട് ഞാനതിനെ അമർത്തി പിടിച്ചിട്ടുണ്ട്. ഇതിന് ശേഷം റൈറ്റ് സൈഡിൽ കൂടെയാണ് ആ നൂലുമ്മ പിടിച്ച് വലിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്കതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. ഇച്ചിരി ഒരു പാടുണ്ടാവും. 1-2 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും അത് കറക്റ്റ് ആവും കേട്ടോ. പക്ഷേ നമ്മളത് ചേർത്ത് വെക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ രണ്ടിൻ്റെയും ജോയിനിങ് ഒരേപോലെ വരണം. ഇങ്ങനെ ആകുമ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. ഇങ്ങനെ നമ്മൾ നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള നൂല് വെച്ച് അതിനൊന്ന് ചുറ്റി റൗണ്ട് ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുക. കണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ചുറ്റിയെടുക്കുമ്പോൾ ആ ഷേപ്പ് മാറിപ്പോവാതെ ശ്രദ്ധിക്കണം. അതൊന്നും കൂടെ ഒന്ന് ശരിയാക്കി എടുത്തിട്ട് വേണം നന്നായിട്ട് ചുറ്റിയെടുക്കാൻ. അത് കഴിഞ്ഞിട്ടൊന്ന് കെട്ടിടുക. ബാലൻസുള്ള നൂല് നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. കണ്ടോ, ഇതേപോലെ നന്നായിട്ട് വിടർത്തി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിലുള്ള ബോയ് ആയിട്ടാണ് കിട്ടുന്നത്. ഇതിങ്ങനെ ഇരുന്നാൽ കൊള്ളത്തില്ല. നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് നല്ല സുന്ദരനാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുഞ്ഞു ഷുഗർ ബീഡ്സാണ്, ഗോൾഡൻ കളറിലുള്ള ഷുഗർ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. അതിന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പശ തേച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഫാബ്രിക് ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഫാബ്രിക് ഗ്ലൂവോ B7000 ഇനി ഫെവി ബോണ്ടോ ഏത് പശ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ സാറ്റിൻ റിബൺ ആയതുകൊണ്ടാണ് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള ഗ്ലൂ അത് വെച്ച് ചെയ്യാം. ഇനി ഞാനൊരു 5 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡും ഉരുക്കി കൊടുക്കുക. 2 അറ്റവും ഉരുക്കി കൊടുത്തതിന് ശേഷം അതിന് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ആദ്യം ഒന്ന് മുകളിൽ നിന്ന് ഫോൾഡ് ചെയ്യുക, അതിനുശേഷം താഴേക്ക് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഈ ബോയുടെ സെൻറ്ററിലേക്കായിട്ട് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒട്ടിച്ചു കൊടുത്താലും മതി, അതല്ലാന്നുണ്ടെങ്കിൽ റൗണ്ട് ചെയ്തെടുത്തിട്ട് ബാക്കിൽ തുന്നി കൊടുത്താലും മതി. ഞാനിപ്പോൾ ബീഡ്സ് ഒട്ടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതേപോലെ നമുക്കും കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇത് ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ ഞാനൊരു ചെറിയ സാറ്റിൻ്റെ റോസും കൂടെ വെച്ചിട്ടുണ്ട്. ഈ റോസ് ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ അത് പോയി കാണാം. ബാക്കിയുള്ള വീഡിയോസും കാണാം. സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്